ഒരു ഒരു ദൃശ്യം ഭയങ്കര ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാമിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ. ഇതൊരു ജംഗ്ഷനാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഇടുക്കി ഡാം. ഒരു ട്രാഫിക്, ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്നതാണ് ഇടുക്കി ഡാം കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ, അതായത് LKG UKG ഒക്കെ പഠിച്ച ഒരു സ്കൂളാണ്. നമ്മൾ ഇടുക്കി എന്ന പ്രോപ്പർ സ്ഥലത്തെത്തി, അതായത് ഇടുക്കി ജില്ലയുടെ ഇടുക്കി എന്ന സ്ഥലത്ത്. അതായത് നമുക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമായ ആർച്ച് ഡാമായ ഇടുക്കി ഡാം, അതാണ് കാണുന്നത്. മരങ്ങളെല്ലാം വളർന്നത് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കാണുന്നതാണ് ആർച്ച് ഡാം. ഇടുക്കി മലയുടെ മെഡിക്കൽ കോളേജിൽ കുറേ ദൃശ്യങ്ങൾ പകർത്താൻ വന്നതാണ്. ഇത് ജില്ലാ ഹോസ്പിറ്റലാണ് ആ മുകളിൽ കാണുന്നത്. പണ്ടോട്ടുള്ള ഇവിടെയാണ് ഈ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കോളേജിൻ്റെ ഉൾവശം വളരെ വൃത്തിയും വെടിപ്പുമായിട്ടാണ് അവിടെ സൂക്ഷിക്കുന്നത്. ഇതാണ് റിസപ്ഷനും, അതാണ് ഫാർമസിയൊക്കെ. മെഡിക്കൽ കോളേജ് പോലും നല്ല ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഇത് ശ്വാസകോശത്തിൻ്റെ വിഭാഗമാണ്. ഓരോരോ വിഭാഗം അങ്ങോരൊക്കെ കിടക്കാണ്. നമ്മൾ ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ആ ടോക്കൺ നമ്പർ അനുസരിച്ച് വിളിക്കും. മെഡിക്കൽ കോളേജിൻ്റെ വെളിവശത്തുള്ളതാണ്. ഇപ്പം മഴയും മഞ്ഞും തണുപ്പൊക്കെയാണ്. ഇവിടെ അതിനകം ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രാവിലത്തെ ഭക്ഷണങ്ങളും എല്ലാം അനുസരിച്ച് കിട്ടും. ഉണ്ട്. ലബോറട്ടറിയിൽ ചാർജ് തീരെ കുറവാണ്. ഇവരുടെ വാർഡാണ്. ഇവിടെ നല്ല ചികിത്സയും കാര്യങ്ങളുമൊക്കെയാണ്. ഫെസിലിറ്റിയൊക്കെ വളരെ വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവങ്ങളാണ്. ഇതിപ്പം 2ാം നിലയാണ്. ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഡോക്ടേഴ്സൊക്കെ ഉള്ളത്. ഇവിടെ നിന്നിങ്ങനെ നമുക്ക് സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുപോകാനുള്ള വഴി. ഇത് സ്റ്റെപ്പേൽ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പോകാനുള്ള വഴിയാണ്. ഇവിടുത്തെ എക്സ്റേ, റേഡിയോളജി അങ്ങനെയൊക്കെയുള്ള യൂണിറ്റാണ് ഇത്. എക്സ്റേയുടെ ഇവിടെയൊക്കെ നല്ല ഡീലിങ്സാണ് കേട്ടോ. ഇവിടെയൊക്കെ മറ്റു മെഡിക്കൽ കോളേജ് പോലൊന്നുമല്ല. ഇവിടെ തിരക്കും കുറവാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും. എക്സ്റേ, ഡീറ്റെയിൽ എക്സ്റേ. ഇവിടുത്തെ എക്സ്റേ, റേഡിയോളജി അങ്ങനെയൊക്കെയുള്ള യൂണിറ്റാണ് ഇത്. എക്സ്റേയുടെ ഇവിടെയൊക്കെ നല്ല ഡീലിങ്സാണ് കേട്ടോ. ഇവിടെയൊക്കെ മറ്റു മെഡിക്കൽ കോളേജ് പോലൊന്നുമല്ല. ഇവിടെ തിരക്കും കുറവാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും. എക്സ്റേ, ഡീറ്റെയിൽ എക്സ്റേ. കോളേജ് ഇത് ബിൽഡിങ്ങാണ്. ഇത് പാർക്കിംഗ് ഏരിയയാണ്. നല്ല തിരക്കൊക്കെ ഉള്ള സമയമാണിത്. ഇന്ന് ഇത് അന്തരീക്ഷമാണ്. ഏറ്റവും നല്ല ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഏതാന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ. അതാണ് ചെറുതോണി ഡാം കേട്ടോ. ചെറുതോണി ഡാം ആ കാണുന്നതാണ്. അതായത് ഇടുക്കി, ചെറുതോണി, കുളമാവ് ഡാമുകളാണ് ഈ തെരഞ്ഞു നിർത്തുന്നത്. ഇതാണ് ഇതിൻ്റെ അന്തരീക്ഷം കേട്ടോ. ചെറുതോണി ഡാം ഇത് കാണുന്നതാണ്. ഇതിൻ്റെ താഴ്വാരത്തുള്ള ശ്രീ വിദ്യാധരാജ വിദ്യാസദൻ എന്ന സ്കൂളാണത്. അതിൻ്റെ അപ്പുറത്താണ് ശരിക്കുമുള്ളൊരു പഴയൊരു ബിൽഡിങ്. അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇംഗ്ലീഷ് മീഡിയമായിരുന്നു. ഇവിടെ 7ാം ക്ലാസ് വരെ ഞാനിവിടെ പഠിച്ചിരുന്നു. ാണ് ഇവിടെ ഉള്ളത്. പ്രൈവറ്റ് സ്ഥാപനം ഇതാണ്. ഇത് നീതിയൊന്നും അല്ലാത്ത കേട്ടോ. ഇത് മാത്രമാണ് നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ. ഇത് മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയാണിത്. ഇതിവിടുന്ന് ഇടത്തോട്ട് പോയാൽ ഇടുക്കി ഡാമിലേക്കുള്ള വഴിയാണ്. ഇടുക്കിയല്ല, ചെറുതോണി ഇടുക്കി ഡാമിലേക്കുള്ള വഴിയാണ്. ഇതാണ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ. ഇതാണ് ഇവിടെയാണ് സൈക്കാട്രി വിഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഈയിടയ്ക്കാണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ഇത് ജില്ലാ ഹോസ്പിറ്റലിലാണ്.
ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് ചെറുതോണി ഡാമിലേക്കുള്ള വഴി. മെഡിക്കൽ കോളേജിൻ്റെ റോഡിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ. വെള്ളപ്പൊക്കവും മറ്റു ഉരുൾപൊട്ടലുണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഒരു 5-6 കൊല്ലം മുമ്പ്. ആ സമയത്ത് ഒരു ഫയർഫോഴ്സിലെ സാറ് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഓടിയത് ഓർമ്മയുണ്ടോ? ഡാം തുറന്നു വിട്ടപ്പോഴും ഓക്കെ, ആ പാലമാണത്. അതിന് പകരമായി പണി കഴിപ്പിച്ച പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ആ പാലം. ഇവിടെ നിന്നാണ് മെഡിക്കൽ കോളേജ്. ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. ാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ചെറുതോണി പാലം എന്ന് പറയും. ഇവിടുന്ന് 1 കിലോമീറ്ററാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. ആ പാലം അത് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നാണ് കട്ടപ്പനയ്ക്കും അങ്ങോട്ട് തൊടുപുഴയ്ക്ക് പോകുന്നതും അങ്ങോട്ട് എറണാകുളം പോകുന്നതുള്ള വഴിയൊക്കെയാണ്. ഇതാണ് ഈ പാലം. അപ്പം മെഡിക്കൽ കോളേജിലെ നമ്മൾ അതിൻ്റെ ഏകദേശ രൂപം തന്നു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.